ഹലോ. അപ്പോൾ ഞാൻ അമലും കൂടിയിട്ട് അമലിൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതായത് അവൻ പറഞ്ഞു അവൻ പിള്ളേരെയും കൊണ്ട് ഇടയ്ക്ക് ഒരു പൂളിൽ നീന്താൻ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ട് നീന്താൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് 2 പിള്ളേരുള്ള ട്വിന്നാണ്. അതിലൊരാളെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ മൊത്തം 4 പേരും കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് പൂളിൽ നീന്താൻ പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ അമലും വരുന്നത്. പുറനാട്ടുകാരെയാണ് സ്ഥലം വരുന്നത്. മുന്നേ ഞങ്ങൾ പോയിരുന്നത് ഒരു വിമല കോളേജിൻ്റെ അവിടെ ഒരു പൂളുണ്ട്. അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. അവിടെ പെർ അവറിന് അവർ ചാർജ് ചെയ്യുന്നത് 120 റുപ്പീസ് എന്തോണ്. ഇവിടെ ഇവർ ചാർജ് ചെയ്യുന്നത് 180 റുപ്പീസാണ്. എനിക്ക് അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വിമല ഭാഗത്താണ്. പക്ഷെ നമ്മൾ അങ്ങനെ എപ്പോഴും പോകാറൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും പോകാറുള്ളൂ. പിന്നെ ഇത് പുറനാട്ടുകാരെയാണ്. അപ്പോൾ ഇച്ചിരി ദൂരമുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൻ്റെ കാർ ഇപ്പോൾ പുതിയത് ഈവ് എടുത്തുകൊണ്ട് പോകുമ്പോൾ പറഞ്ഞപ്പോൾ ഫുൾ സുഖമാണല്ലോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദൂരത്ത് പോകാമല്ലോ. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ ഇവൻറ്റ് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുട്ടി കുട്ടി ഇവൻറ്റ്. പിന്നെ ആ പൂളിൽ 2 പിള്ളേരെ ശ്രദ്ധിച്ചു പറഞ്ഞു. ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ആ 2 പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ഉച്ച നേരത്താണ് ഞങ്ങൾ വന്നത്. വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് 4 മയിലുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതായതാണ് നമ്മുടെ ഗേൾസിൻ്റെ ഡ്രസ്സിംഗ് റൂം. ഞാൻ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ ഷവർ ചെയ്തിട്ട് വേണമല്ലോ എപ്പോഴും പൂളിൽ ഇറങ്ങണമെങ്കിൽ. അപ്പോൾ ഷവർ റൂം വന്നിട്ട് പുറത്താണ് കേട്ടോ. പിന്നെ ചേഞ്ചിങ് റൂം ഉള്ളിൽ. പിന്നെ നമ്മൾ കുറേ നേരം നീന്തിയത് അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വന്നു. ആ പിള്ളേരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര കമ്പനിയാണ്. അതുപോലെ ഭയങ്കര ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റിയാണ്. 7th സ്റ്റാൻഡേർഡിലെന്തോ കേട്ടോ അവർ പഠിക്കുന്നത്. അങ്ങനെ കുറേ വിശേഷങ്ങൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആയപ്പോൾ ഞാൻ നമ്മളും കൂടിയിട്ട് മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ മൂവി കാണാൻ വന്നേക്കുന്നത് നമ്മുടെ പെരിങ്ങോട്ടൂരെ ദേവ സിനിമാസിലാട്ടോ. ഞാൻ പണ്ടൊക്കെ സ്ഥിരം ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് മൂവി കാണാനായിട്ട്. അതായത് എൻ്റെ വീട് അവിടുന്ന് കുറച്ച് അടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കാണാൻ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളെ ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ ഫോർ ഓൾ ടൈം സേക്ക് നമ്മൾ ഈ മൂവി കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്കാണ് വന്നത്. അപ്പോൾ ഒരു ഡ്രൈവും ആയല്ലോ. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് ഇച്ചിരി മഴയുണ്ടായിരുന്നു. പിന്നെ പുള്ളുപാടം വഴി വന്നുകൊണ്ട് കുറേ പാമ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ക്യാമറ എടുത്തതിന് ശേഷം ഒരു പാമ്പിനെ പോലും കണ്ടില്ല കേട്ടോ പിന്നീട്. അത് കഴിഞ്ഞിട്ട് അതാ നമ്മൾ തിയേറ്ററിലെത്തി. തിയേറ്ററിൽ പാർക്കിംഗ് ഇച്ചിരി ഷോക്കാണ്. ഭയങ്കര ട്രാഫിക് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തിയെങ്കിലും തിയേറ്ററിൽ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിടിച്ച് വരുമ്പോഴേക്കും എന്താ കറക്റ്റ് സൂര്യയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി ലേറ്റ് ആയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ മൂവിനകത്ത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ മലയാളികളുണ്ട്. നമുക്ക് വേറൊരു ലാംഗ്വേജിൽ കുറേ മലയാളികളെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ ഒരുപാട് മലയാളികൾ ഈ മൂവിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ട സൂര്യ ഫാനാണ്. പക്ഷേ ആ ഒരു എലമെൻറ്റ് എനിക്ക് ഈ മൂവിയിൽ കിട്ടിയില്ല. അതായത് എനിക്ക് ഈ മൂവി എന്തോ അത്ര അങ്ങോട്ട് വർക്കായില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നൊരു പേജുണ്ട്. ആ പേജിൽ ആ പുള്ളി പറയുന്ന റിവ്യൂ ഇടാറുണ്ട് എപ്പോഴും. അപ്പോൾ ആ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇത് വന്നത്. പുള്ളി പറയുന്നത് ഇപ്പോഴും എനിക്ക് അതേപോലെ തന്നെ എനിക്കും വർക്ക് ആവാറുണ്ട്. പക്ഷേ ഇത്തവണ എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല. ആ പുള്ളി നല്ലൊരു റിവ്യൂ ആണ് ഇട്ടിരുന്നത് സൂര്യയുടെ കംബാക്ക് എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതൊന്നും എനിക്ക് ഇതിൽ കിട്ടിയില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ RJ ബാലാജിക്കാണ് കുറച്ചുകൂടെ ഫോക്കസ് കൂടുതലായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി പേഴ്സണലി ഈ മൂവിയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മൂവി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് പോയതുകൊണ്ട് എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഉറങ്ങാനുള്ള ചാൻസ് പോലും ഉണ്ട്. എന്തോ എന്തോ എനിക്ക് ഈ മൂവി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ചും കൂടെ ആഗ്രഹിച്ച് പോയിരുന്നതായിരുന്നു. പക്ഷെ അത് അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഡു കമൻറ്റ് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.